ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഈ ഒരു ചാപ്റ്ററിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങളുടെ ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ അഥവാ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് കുട്ടികളാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്ന് പറഞ്ഞ് കമന്റുകൾ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾക്ക് അത്രയധികം പവർ ഉണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ് മുഴുവനും കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്താണോ ഈ ക്ലാസ് കണ്ടിട്ട് ഫീൽ ചെയ്തത്, അത് നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. സോ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നേരെ കൂടുതലൊന്നും പറയുന്നില്ല. അസ്ത്ര 2.0 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൂടെ വീണ്ടും പഠിക്കാം. പാർട്ട് 2ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു കാര്യമാണ് മക്കളെ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ രണ്ട് ടേംസുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെയുള്ള ടേമും ഇവിടെ അടുത്തടുത്ത മൂന്ന് ടേമുകൾ, അടുത്തടുത്ത മൂന്ന് പദങ്ങൾ. അതിൽ ഒന്നാമത്തെ പദവും തന്നിട്ടുണ്ട്, അവസാനത്തെ പദവും തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഈ കാണുന്ന പദം ഏത് എന്നായിരിക്കും. ഓക്കെ, ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കോൺസെപ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. നമുക്കത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇതിനോട് ഒരു ഡി കൂട്ടിയിട്ട് വീണ്ടും ഒരു ഡി കൂട്ടുമ്പോൾ ഈ കാണുന്ന ടേം കിട്ടും അല്ലേ. മൂന്നിനോട് രണ്ട് തവണ അതിൻ്റെ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ, ശരിക്കും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഡി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താം, ഒന്നാം പദം പ്ലസ് മൂന്നിനോട് രണ്ട് തവണ പൊതുവ്യത്യാസം, 2 ഇൻറ്റു പൊതുവ്യത്യാസം അല്ലെ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 11 എന്ന് എഴുതാം. അപ്പം അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 പൊതുവ്യത്യാസം സമം 11 3 കുറയ്ക്കുക. 2 പൊതുവ്യത്യാസം സമം 11 - 3 സമം 8 എന്ന് കിട്ടും. സോ ഡി ഈക്വൽ ടു 8/2 4 എന്ന് കിട്ടും. ഇതാണ് സാധാരണ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് മക്കളെ, ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെ ഡി 4 എന്ന് കിട്ടിയത് കൊണ്ട് 3 + 4 7 എന്ന് എഴുതാം. അതിനേക്കാളൊക്കെ സിമ്പിളായുള്ള വഴി ഇത്രേ ഉള്ളൂ. ഇങ്ങനെ അടുത്തടുത്ത 3 പദങ്ങൾ ഉണ്ട് എങ്കിൽ ഇതിൻ്റെ നടുവത്തെ ടേം കണ്ടുപിടിക്കാൻ ഒരു പണിയുമില്ല. ഈ കാണുന്ന ടേമും തമ്മിൽ കൂട്ടുക. 3 + 11 14. അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ് ഇത് പഠിച്ചിട്ടുണ്ട്, മിഡിൽ ടേം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ. അതായത് ഇവ തമ്മിൽ കൂട്ടുക, കൂട്ടി കഴിഞ്ഞിട്ട് പകുതി എടുത്താൽ നിങ്ങൾക്ക് കിട്ടും എന്ത്? ഇതിൻ്റെ നടുവത്തെ ടേം കിട്ടും. ചെറിയൊരു മാജിക് കൂടി കാണിച്ചു തരാം. ഇവ തമ്മിൽ ഒന്ന് കുറച്ച് നോക്കിയേ. 11 3 കുറച്ചേ. 11 3 കുറച്ച് എത്ര? 11 3 കുറച്ചാൽ 8 അതിൻ്റെ പകുതി എടുത്ത് നോക്കി 4. അതായിരിക്കും കോമൺ ഡിഫറൻസ് ഉണ്ടാവുക. അങ്ങനെയും ചെയ്യാം, കൂട്ടിയിട്ടും ചെയ്യാം, കുറച്ചിട്ടും ചെയ്യാം. അപ്പോൾ സിമ്പിളാണ്. ഇത്ര ഉള്ളത് ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കാൻ കേട്ടോ. അപ്പോൾ അടുത്തടുത്ത 3 ടേംസ് ഉണ്ട് എങ്കിൽ അതിൻ്റെ നടുവത്തെ ടേം കാണാൻ ഒരു പണിയുമില്ല. ഇത് രണ്ടും തമ്മിൽ കൂട്ടുക, എന്നിട്ട് പകുതി എടുത്താൽ മതി, നടുവത്തെ ടേം കിട്ടും. ഡി കണ്ടുപിടിക്കാൻ ഇത് തമ്മിൽ കുറച്ചാൽ മതി. 3 കുറച്ചാൽ 4. ഇത്രേ ഉള്ളൂ. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ടേബിൾ ഫുൾ ഫില്ല് ചെയ്യാൻ പറ്റും. നോക്കൂ മക്കളെ, ഇവിടെ 24 ഇവിടെ 42. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 18. അപ്പം ഇവിടെ നമ്മൾ 18 കൂട്ടുന്നു, ഇവിടെ നമ്മൾ 18 കൂട്ടുന്നു. ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇവിടേക്ക് പോകുന്ന സമയത്ത് ഇവിടേക്ക് ഇത് 18. അപ്പോൾ ഇങ്ങോട്ടും 18 കൂടും, ഇങ്ങോട്ട് 18 കുറയും. അതും നമുക്ക് ഫില്ല് ചെയ്യാം, ഈസിയാണ്. സമാന്തര ശ്രേണിയാകുമ്പോൾ ഒരേ അകലത്തിലാണ് ഇതെല്ലാം പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് കൂടുകയാണെങ്കിൽ ഇങ്ങോട്ട് കുറയാണ്. ഇവിടെ അങ്ങനെ തന്നെ, ഇവിടുന്ന് അങ്ങോട്ട് കൂടുന്നു, 18 കൂടുന്നു. അപ്പോൾ ഇങ്ങോട്ട് എന്താ സംഭവിക്കുക? 18 കുറയും. ഇവിടേക്ക് 18 കുറയും, ഇവിടേക്കും 18 കുറയും. ഈസി പീസി. ഇതാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചത്. ഇവിടെ 24 ഉണ്ട്, ഇവിടെ 42 ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ടേം എങ്ങനെ കിട്ടുക? ഈ 24ഉം ഈ 42ഉം തമ്മിൽ കൂട്ടുക. എത്ര കിട്ടും? 66 കിട്ടും അല്ലേ. 66. അതിൻ്റെ പകുതി എത്ര? 33. അപ്പോൾ ഈ നടുവിൽ വരുന്ന ടേം എത്രയാണ്? ദാറ്റ് ഈസ് സിംപ്ലി നമുക്ക് പറയാൻ പറ്റും അത് 33 33. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 9 കൂടുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 9 കൂടുന്നു. സെയിം അളവ് തന്നെ കൂടാം. അപ്പോൾ 42നോട് 9 കൂട്ടി എത്ര? 51. ഈസി പി സി. കണ്ടോ? ഈ സെയിം കോൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ ചെയ്താലോ. ഇവിടെ 24, ഇവിടെ 42. രണ്ടിനെ കറക്റ്റ് നടുവിൽ 24 42 തമ്മിൽ കൂട്ടുക. 66 66ൻ്റെ പകുതി 33. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിർബന്ധമായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് 9 കൂടുകയാണെങ്കിൽ ഇങ്ങോട്ട് 9 കുറയും, 15. ഇവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ് വരുന്നത്. നോക്കൂ മക്കളെ, 24നോട് എത്ര തവണ ഡി കൂട്ടണം? 3 തവണ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 42ൽ നിന്നും 24 അങ്ങ് കുറയ്ക്കുക. 42 24 കുറച്ചാൽ എത്രയാ? 18. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 18. ഈ കാണുന്ന സ്ഥലത്തു നിന്നും ഈ കാണുന്ന സ്ഥലത്തേക്ക് എത്താനുള്ള ദൂരം 18 യൂണിറ്റ്. ഇതിനെ കൃത്യമായിട്ട് 3 കഷ്ണങ്ങളാക്കണം. ഈ 18നെ 3 കഷ്ണങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡ്. 18 × 1/3. 3 കഷ്ണം. 18ൽ ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത്, ഒരു ഭാഗം ഇവിടെ, ഒരു ഭാഗം ഇവിടെ. അങ്ങനെ ഈക്വൽ ഭാഗമായിട്ടാണ് വരുന്നത്.
അപ്പോൾ 18 × 1/3 6 ആണ് വരുന്നത്. സോ ഇതിൻ്റെ ഡി ഈസ് ഈക്വൽ ടു എത്ര വരും? 18 ഇൻറ്റു അതിനെ 3 കഷ്ണമാക്കുന്നു 1/3 ദാറ്റ് ഈസ് 6. അപ്പം 24 6 കൂട്ടിയാൽ 30, 30 6 കൂട്ടിയാൽ 36, 36 6 കൂട്ടിയാൽ 42. ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. 24 നിന്നും 42 ദൂരം 1, 2, 3 ആണ്. 24 42 എത്താനുള്ള ദൂരം എത്ര? 18 ആണ്. അപ്പോൾ ഈ 18 കറക്റ്റ് 3 കഷ്ണങ്ങളാക്കണം. 1 കഷ്ണം, 2 കഷ്ണം, 3 കഷ്ണം. ഐഡിയ കിട്ടിയോ? സോ ഈ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇനിയും അധികം പ്രോബ്ലം ചെയ്യാനുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിൻ്റെ കൂടെ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം. സോ ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ ഒരേ മോഡലുള്ള ചോദ്യങ്ങൾ വരുന്നത് ഈ ടോപ്പിക്കിൽ നിന്നാണ്. ഇതുപോലെ ഏത് ചോദ്യം വന്നാലും നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ 2 മെത്തേഡും പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിലൂടെയുള്ള മെത്തേഡ് പറഞ്ഞുതരാം. ഇക്വേഷൻ ഒന്നും ഇല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോ ഇതുപോലൊരു ചോദ്യം കിട്ടിയാൽ ഞങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് എഴുതി വെക്കാം. 5th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 21. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 21 ആണ്. 5ാമത്തെ പദം 21. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെൻറ്റൻസ് ആക്കി എഴുതാം. 5th ടേം ഈസ് 21. മലയാളത്തിൽ 5ാം പദം 21. ആൻഡ് 9th ടേം 41. 9ാമത്തെ പദം 41 ആണ്. ഓക്കെ, ഇത്രയും തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? ഇതിൻ്റെ ആദ്യ പദം എത്രയാണ്? ആദ്യ പദം. മക്കളെ, അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസവും ഏതെങ്കിലും ഒരു പദവും കിട്ടിയാൽ നമുക്ക് പിന്നെ ഏത് പദവും കണ്ടുപിടിക്കാം. ഐ റിപ്പീറ്റ് അഗൈൻ, ഒരു സമാന്തര ശ്രേണിയുടെ ഡിയും ഏതെങ്കിലും ഒരു പദവും കിട്ടിയാൽ നമുക്ക് ഏത് പദവും കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് 1ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം? ഈ കാണുന്ന 5ാമത്തെ ടേം നമുക്കറിയാം 1, 2, 3, 4, 5. 5ാമത്തെ ടേം 21. ഇതിൽ നിന്നും 4 തവണ ഡി കുറച്ചാൽ 1ാമത്തെ ടേം എത്തും അല്ലേ? 5ാമത്തെ ടേമിൽ നിന്ന് 5 നിന്ന് 4 കുറച്ചാൽ 1 ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ 1ാമത്തെ ടേം കണ്ടുപിടിക്കുന്നത് മതി 5ാമത്തെ പദത്തിൽ നിന്നും 4 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. ഓക്കെ, 4 തവണ പൊതുവ്യത്യാസം. അല്ലെങ്കിലോ 9ാമത്തെ ടേമിൽ നിന്നും 8 തവണ പൊതുവ്യത്യാസം കുറച്ചാൽ മതി. 9 - 8 = 1. ആ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഡി കണ്ടുപിടിക്കണം. മക്കളെ, ഇവിടെയാണ് ടെക്സ്റ്റ് ബുക്കുള്ള മെത്തേഡ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ ഡി കണ്ടുപിടിക്കാൻ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ? ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 5ാമത്തെ പദം തന്നിട്ടുണ്ട്. ഇത് 5ാമത്തെ പദം 6, 7, 8. 9ാമത്തെ പദം തന്നിട്ടുണ്ട് 41. ഈ 41 21 തമ്മിലുള്ള വ്യത്യാസം എത്രടാ? 41 21 തമ്മിലുള്ള വ്യത്യാസം എത്ര? 41 - 21 20 ആണ് അല്ലേ? 41 21 കുറച്ചാൽ 20 ആണ്. അപ്പോൾ ഇത് ശരിക്കും ഏത് തമ്മിലുള്ള വ്യത്യാസമാണ്? 5ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് 5 മുതൽ 9 വരെ എത്ര ദൂരമുണ്ട്? 1, 2, 3, 4 ദൂരമുണ്ട് അല്ലേ? നോക്കൂ, 9 5 കുറച്ചാൽ എത്ര? 4. അപ്പോൾ ആ 4 കൊണ്ട് 20 കൊണ്ട് 1/4. അതായത് ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആണ്. ഈ 20നെ കറക്റ്റ് 4 കഷ്ണമാക്കണം. അതാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 20നെ 4 കഷ്ണമാക്കണം. 20 × 1/4. അപ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. അപ്പോൾ ഇവിടുത്തെ പൊതു വ്യത്യാസം 5. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 21 കഴിഞ്ഞിട്ട് അടുത്ത് 26, അടുത്ത് 31, അടുത്ത് 36, 41 ഇങ്ങനെ കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്ത് അതേപോലെ. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇത് മനസ്സിലാക്കാൻ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് 1ാമത്തെ പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 5ാമത്തെ പദത്തിൽ നിന്നും 4 തവണ പൊതുവ്യത്യാസം കുറച്ചാൽ മതി. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതണ്ട, പകരം ഈ സ്റ്റെപ്പ് അങ്ങ് എഴുതിയാൽ മതി. ഇക്വേഷൻ എഴുതണ്ട, ഇത് നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. പരീക്ഷയ്ക്ക് ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ ഇതങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 21 - 20 കുറച്ചാൽ എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ആദ്യത്തെ പദം 1 ആണ്. അടുത്ത് വാട്ട് ഈസ് ഇറ്റ്സ് തേർഡ് ടേം? 3ാമത്തെ പദം എത്ര? അപ്പം 3ാമത്തെ പദം കാണാൻ ഒരുപാട് വഴികളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1ാം പദത്തിനോട് 2 തവണ ഡി കൂട്ടിയാൽ 3ാമത്തെ പദം കിട്ടും. 1 + 2 3 ആണ്. അല്ലെങ്കിലോ ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരിക? 1ാമത്തെ പദം നമ്മൾ കണ്ടുപിടിച്ചു 1 + 2 × d എന്ന് പറഞ്ഞാൽ 5. 10 + 1 11. അല്ലെങ്കിലോ 5ാം പദത്തിൽ നിന്നും 2d കുറച്ചാൽ 3ാമത്തെ പദം കിട്ടും. ഇപ്പോൾ 5ാമത്തെ സ്റ്റെപ്പിൽ ഒരാളുണ്ട്, അതിൽ 2d താഴോട്ട് പോയാൽ 3ാമത്തെ സ്റ്റെപ്പാണ്. അങ്ങനെയും ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? സെയിം ആൻസർ കിട്ടും. 21 - 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. എങ്ങനെ ചെയ്താൽ സെയിം ആൻസറാണ്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 പദങ്ങൾ തരും. എന്നിട്ട് ചിലപ്പോൾ നിങ്ങളോട് ഡി കണ്ടുപിടിക്കാൻ ചോദിക്കും,
ചിലപ്പോൾ നിങ്ങളോട് ആദ്യത്തെ പദം കണ്ടുപിടിക്കാൻ ചോദിക്കും, ചിലപ്പോൾ വേറെ ഏത് പദവും ചോദിക്കാം. ഇപ്പം ഞാൻ ചോദിക്കുകയാണ് ഇവിടുന്ന് ഇത് തന്നുകൊണ്ട് ഇതിൻ്റെ 20ാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം 20ാമത്തെ കണ്ടുപിടിക്കുക ഒരു പണിയില്ല. 9ാമത്തെ പദം അറിയാം, 5ാമത്തെ പദമൊക്കെ അറിയാം. അപ്പോൾ ഒന്നെങ്കിൽ 5ാമത്തെ പദത്തിനോട് 15 ഇടി കൂട്ടുക, അല്ലെങ്കിൽ 9ാമത്തെ പദത്തിനോട് 11 ഇടി കൂട്ടുക. രണ്ടും സെയിം തന്നെ. 5 + 15 അല്ലെങ്കിൽ 9 + 15 ഒക്കെ 20 തന്നെ. അപ്പോൾ രണ്ടിൽ ഏത് ഇതാണ് നിങ്ങൾ സെയിം ആൻസർ ആയിട്ടാ ഇതിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡ്. ഇനി ഇതേ ചോദ്യം ഞാൻ സാധാരണ ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള മെത്തേഡ് പറഞ്ഞുതരാം. 5ാം പദം 21, 9ാം പദം 41. അപ്പോൾ ഇങ്ങനെ 2 പദങ്ങൾ അറിയാമെങ്കിൽ ഡി കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല മക്കളെ. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഇതന്നെ നമ്മൾ ചെയ്ത് ശരിക്കും 9 - 4 ഇതന്നെ നമ്മൾ ചെയ്ത്. നമ്മളെന്താ ഇത് 41, 21 കുറച്ചു, അപ്പോൾ ഒരു നമ്പർ കിട്ടി, അതിനെ ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ 1/4. ആ സെയിം ഐഡിയ തന്നെ അവിടെ വരാം. 20/4 = 5. അപ്പോൾ ഡി 5 കിട്ടി. അപ്പോൾ ഡി 5 കിട്ടി. അടുത്ത 1ാം പദം കണ്ടുപിടിക്കുക ഒരു പണിയില്ല. 5ാം പദത്തിൽ നിന്ന് 2 ഡി കുറയ്ക്കാം, 4 ഡി കുറയ്ക്കാം. 5ൽ നിന്ന് 4 ഡി കുറച്ചാൽ 1ാം പദം കിട്ടും. 21 - 4 × 5. ഓക്കെ. 3ാം പദം കണ്ടുപിടിക്കാനോ 1ാം പദത്തിനോട് 2 ഡി കൂട്ടുക, സെയിം. ഇതാണ് ഇക്വേഷൻ വെച്ചുള്ള മെത്തേഡ്. അപ്പോൾ എല്ലാം സെയിം തന്നെയാണ്. ഇത് സാധാ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. ഇക്വേഷൻ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന പ്രതീക്ഷയോടുകൂടി ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാണ്. ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 32ഉം 15ാം പദം 32 അല്ലേ, 15ാം പദം 47 ആണെന്ന് വിചാരിച്ചോ. 30 യെസ് റെഡിയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ച ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 1ാമത്തെ ചോദ്യം ഇതിൻ്റെ ഡി എത്ര, 2ാമത്തെ ചോദ്യം ഇതിൻ്റെ ആദ്യ പദം എത്ര അഥവാ x1 എത്ര, 3ാമത്തെ ചോദ്യം ഇതിൻ്റെ 5ാം പദം എത്ര. ഇത് 3ൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ 2 കാര്യം കൂടി പഠിക്കാനുള്ള. അവിടെ കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത പാർട്ട് വേണോ വേണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഓരോ ടോപ്പിക്കും ക്രിസ്റ്റൽ ക്ലിയർ ആക്കി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലൂടെ തന്നെ നമുക്ക് പഠിക്കാം. സോ ഈ വീഡിയോ എല്ലാ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനും നിങ്ങൾ അയച്ചു കൊടുക്കുക. മാക്സിമം വ്യൂസ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികളിലേക്ക് എത്തുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ഉണ്ടാവുന്നത്, ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത്. അത് നിങ്ങളിലൂടെ എനിക്ക് എത്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ എൻ്റെ പേരറിയാത്ത ആളുകൾ, എൻ്റെ പേര് ഷാഹിദ് റംസാൻ എന്നാണ്, മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയാണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.